ഇത് ഞാൻ റെയറായിട്ട് കാണുന്നതാണ് RX-ന്റെ പാർട്സ് ആട്ടോ. ഇതാട്ടോ എൻ്റെ അവസ്ഥ. ബൂട്ട് ഫേസ് ഹെൽമെറ്റ് സിമ്പിൾ ആയിട്ട് കയറും ഇതിൻ്റെ അത്. വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് ഈസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ മോജുമായിട്ടാണ് ഇറങ്ങുന്നത്. മോജയുടെ ഫ്യൂൽ എക്സ് വെച്ച വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കും. ഞാൻ ഫ്യൂൽ എക്സ് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 350-400 കിലോമീറ്റർ ആയിട്ടോ വണ്ടി ഓടിക്കണം. ആൻഡ് ഐ ആം പ്രിറ്റി മച്ച് ഹാപ്പി. എനിക്ക് ആകെ ഒരു ചെറിയ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ നമ്മൾ മാപ്പ് 9 ഓടിച്ചപ്പോഴത്തേക്കും എനിക്ക് എൻജിൻ വാർണിംഗ് ലാമ്പ് വന്നു. അതെന്താണെന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും റിച്ച് ഫ്യൂൽ മിക്സ്ചർ എന്നുള്ളൊരു വാർണിംഗ് ആണ് കാണിച്ചത്. അത് പ്രശ്നമൊന്നുമില്ല, അത് നമ്മുടെ വണ്ടിക്ക് ആ മാപ്പ് അല്ലെങ്കിൽ അത്രയും ഫ്യൂൽ എക്സ്ട്രാ വന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ ഒരു എൻജിൻ വാർണിംഗ് ലാമ്പ് എത്തിയത്. അല്ലെങ്കിൽ എനിക്ക് ഈ ഫ്യൂൽ എക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര റിഫൈൻഡായി. നമുക്ക് സ്ലോ സ്പീഡൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഗിയർ അധികം മാറണം. നമുക്ക് സിമ്പിളായിട്ട് ഹയർ ഗിയേഴ്സിലേക്ക് ഇപ്പോൾ പോവാം വണ്ടിക്ക്. 500 എത്രയോ പെട്രോളിന് വില 105 രൂപ. 500 രൂപയ്ക്ക് 4.7 ലിറ്റർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ പോണത് നമ്മുടെ ഓട്ടോക്വീൻ കലൂരുള്ള നമ്മുടെ ഓട്ടോക്വീൻ നമ്മുടെ റൈഡിങ് ഗിയേഴ്സൊക്കെ എടുക്കുകയാണ്. ഞാൻ ചെറിയൊരു അപ്ഗ്രേഡ് ഞാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഫ് റോഡ് ബൂട്ട് ഒരെണ്ണം ഞാൻ നോക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു റൈഡും വന്നിട്ട് ആ റൈഡിനെ പറ്റിയുള്ള വീഡിയോ അടുത്തതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എവിടേക്കാണ് റൈഡ്, എന്താ റൈഡെന്ന് ചെറിയൊരു ഹിൻ്റ് തരാം. ഞാൻ നമ്മുടെ ലേയിലേക്കാണ് പോണത് വിത്ത് റോയൽ എൻഫീൽഡ്. അപ്പോൾ ആ ഒരു റൈഡിന് ഒരു 20 ഡേയ്സ് റൈഡാണ്. ആ റൈഡിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ആ റൈഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ഓട്ടോക്വീനിലേക്ക് പോകണം. അവിടെ പോയിട്ട് ചെറിയ 2 പരിപാടിയുണ്ട്. ഒന്ന് നമ്മുടെ ഹാൻഡിൽ ഗ്രിപ്പ് ഒന്ന് മാറണം. ഈ ഗ്രിപ്പ് ഭയങ്കര സ്മൂത്തായി പോയി. ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് റഫ് ആകുമ്പോഴല്ലേ നമുക്ക് പിടിക്കാൻ ആ ഒരു പിടുത്തം വരുള്ളൂ. ഇപ്പോൾ അതില്ല. മഴയൊക്കെ പെയ്താൽ നമുക്ക് ഭയങ്കരമായിട്ട് തെന്നിപ്പോണു കൈയൊക്കെ. അപ്പോൾ ഈ ഗ്രിപ്പൊന്ന് മാറണം. പിന്നെ നമ്മുടെ ആ ഒരു ബൂട്ട് നമുക്ക് എടുക്കണം. പിന്നെ അവിടെ കുറച്ച് പുതിയ കളക്ഷൻ ഓഫ് ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചാൽ ചെറിയൊരു വ്ളോഗായിരിക്കും, ഒരു യൂസ്ഫുൾ വ്ളോഗായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹെൽമെറ്റ്, റൈഡിങ് ഗിയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ ഓട്ടോക്വീനിലേക്ക് പോകാം. സോ നമ്മൾ കലൂരെത്തി. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ റോഡിലൊക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി ഫ്യൂൽ എക്സിന് വെച്ചാൽ ഹീറ്റിംഗ് അത്യാവശ്യം കുറവുണ്ട് വണ്ടിക്ക് നോർമലിനെ കാണും. ബ്ലോക്കിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും അതും നല്ലൊരു കാര്യമായിട്ടുണ്ട്. ദിസ് ഈസ് ഓട്ടോക്വീൻ. കുറേ നാളായിട്ടായിരിക്കില്ല കാണുന്നത്. ഷോപ്പൊക്കെ വലുതാക്കി കേട്ടോ. മേളിൽ പഴയ സ്ഥലമുണ്ട്, അടിയിൽ 2 ഷോപ്പായി കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബൂട്ട് പോയി എടുക്കാം. ഇവിടെ ടയേഴ്സൊക്കെ അവൈലബിൾ. ടയേഴ്സ്, ഓയിൽ അതൊക്കെ പണ്ടേ അവൈലബിൾ ആയിരുന്നു. പിന്നെ നമ്മുടെ ബ്രേക്ക് പാഡ്സ്, അങ്ങനെ കുറേ ആക്സറീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലേക്ക് പോവാം. ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. ഹലോ, ഇതാട്ടോ നമ്മുടെ ഷോപ്പ്. ഇവിടെ നമ്മുടെ SPRSൻ്റെ ജാക്കറ്റ്സ്, SPRSൻ്റെ റൈഡിങ് സ്യൂട്ട്, നമ്മുടെ ട്രാക്കൊക്കെ ഉപയോഗിക്കണവർക്ക്, ട്രാക്ക് പോകാൻ വേണ്ടി നോക്കണവർക്ക് ഉണ്ടെങ്കിൽ SPRSൻ്റെ റൈഡിങ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എയറോയുടെ ഹെൽമെറ്റ്സ്, SMKയുടെ ഫുൾ ന്യൂ കളക്ഷൻ ഓഫ് ഹെൽമെറ്റ്സ് വന്നിട്ടുണ്ട്. 4800 രൂപയുടെ. പിന്നത് ഹാഫ് ഫേസ് 3990 രൂപയുടെ ഹാഫ് ഫേസും 4800 രൂപയുടെ ഫുൾ ഫേസ് ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മുടെ SPRSൻ്റെ ജാക്കറ്റ്സ് ഇരിപ്പുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ TCXൻ്റെ ഫുൾ ഓഫ് റോഡ് ബൂട്ട് കളക്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. TCXൻ്റെ ഏത് മോഡലേത്? എക്സ് ഹീലിയം മിഷ്ലിൻ. ഇത് മിഷ്ലിൻ്റെ എഡിഷൻ ആണോ? മിഷ്ലിൻ എഡിഷൻ ആണോ അതോ മിഷ്ലിൻ്റെ സോളാന്ന് തോന്നുന്നു ഇതിൽ. അപ്പോൾ ഇത് ഏകദേശം 32 റേഞ്ച് ഉണ്ട്. നമ്മൾ നോക്കിയേക്കണം ബൂട്ട് ഇതാട്ടോ. ഇതാണ് നമ്മൾ TCXൻ്റെ എക്സ് ബ്ലാസ്റ്റ്. TCXൻ്റെ എക്സ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കേട്ടോ. ഫ്രണ്ടിൽ മെറ്റൽ ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഫുൾ വാട്ടർ പ്രൂഫാണല്ലേ? എനിക്ക് തോന്നുന്നത് ഏകദേശം ഇവിടം വരെ വാട്ടർ പ്രൂഫാണ്. കൊള്ളാം സാധനം. സംഭവം നല്ല സൈസ് ഉണ്ട്. കാലിലിട്ട സെറ്റപ്പ് ആയിരിക്കും. അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ബട്ട് സ്റ്റിൽ പ്രൊട്ടക്ഷൻ ആണ് മെയിൻ. അതുകൊണ്ട് ഇതാണ് നമ്മൾ നോക്കി വെച്ച ബൂട്ട്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ഗ്രിപ്പിൻ്റെ കാര്യം പറഞ്ഞത് ഇവിടെ പ്ലേ ലൈഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് വണ്ടിയിൽ കയറ്റാം, എന്തായാലും മോജോയിൽ കയറ്റാം. അപ്പോൾ ഈ ബൂട്ടൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ 2 സൈസ് ഇട്ട് നോക്കിട്ടോ. ഇതിപ്പോൾ 9ഉം 8ഉം. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കൊരു സാധനമുണ്ട് ഇവിടെ. 8.5, അതായത് 8.5 അത് 8.5 സൈസ്. ഇതാണ് അപ്പോൾ എൻ്റെ സൈസ്. എന്തോ ഭാഗ്യത്തിന് കിട്ടിയിട്ട്. സാധാരണ 8.5 ഒന്നും കിട്ടാറില്ല. നമ്മൾ സാധനം എടുത്തിട്ടോ. ഇതാണ് ഞാൻ സൈസ് 8 തന്നെ എനിക്ക് കറക്റ്റ് ഇടാം. 8.5 നമുക്ക് ഫ്രണ്ട് കുറച്ച് ലൂസ് ഉണ്ടായി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഞാൻ നിൽക്കണത് മറ്റേ ചന്ദനിൽ പോണ ആളെ പോലെ ഉണ്ട്, കാലിലൊരു പ്ലാസ്റ്റർ ഇട്ട പോലെ ഉണ്ട്. ഇത് അഡ്വഞ്ചർ ബൂട്ടാട്ടോ, അങ്ങനെ പെട്ടെന്ന് മടങ്ങത്തില്ല, നല്ല സമയം എടുക്കും ഒന്ന് മടങ്ങി സെറ്റ് ആകാൻ. അതുപോലെ ഭയങ്കര റഫായി, ഭയങ്കര എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഭയങ്കര ഇത് പെട്ടെന്ന് മടങ്ങൂല. നമുക്ക് വണ്ടി കാലി വീണാൽ പോലും അത്ര ഒരു ഇഞ്ചുറി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് അഡ്വഞ്ചർ ബൂട്ട് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ റൈഡ് പോകുമ്പോഴത്തേക്കും നമുക്ക് വളരെ യൂസ്ഫുൾ ആവും തന്നെ പ്രതീക്ഷിക്കാം. ഏകദേശം ഇവിടം വരെ ഇത് വാട്ടർ പ്രൂഫാണ്. ഈ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഇതുവരെയും ഇത് വാട്ടർ പ്രൂഫായി, ഈ ലെവൽ വരെ ഇത് വാട്ടർ പ്രൂഫായി. അതിൻ്റെ മേളിലേക്കല്ല, പിന്നെ മേളിൽ നിന്ന് വെള്ളം കയറും, അത് നമ്മൾ റൈഡിങ് പാൻസ് ഇട്ട് കവർ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ റെയിൻ കവർ വല്ലതും ഇട്ടിട്ട് ചെയ്യണം. ബട്ട് സൈഡ് വഴി എന്തായാലും വെള്ളം കയറില്ല. അപ്പോൾ ഇത് നമുക്കായി. ഇത് എത്ര രൂപ? ഇത് 22,000 ആട്ടോ ഈ TCXൻ്റെ ഈ ബൂട്ടിൻ്റെ റേറ്റ്. അപ്പോൾ യെസ്, അങ്ങനെ നമ്മൾ ബൂട്ട് എടുത്തു. ഞാൻ ജസ്റ്റ് ഷോപ്പിൻ്റെ അപ്പുറം കൂടെ കാണിച്ചിട്ട് ഇവിടുത്തെ കുറച്ച് ബാഗ്സ് കാര്യങ്ങളുണ്ട്, GVയുടെ ബാഗ്സ്, പിന്നെ വൈസേഴ്സ് ഉണ്ട്, പിന്നെ RX. ഇത് ഞാൻ റെയറായിട്ട് കാണുന്നതാണ് RXൻ്റെ പാർട്സ് ആട്ടോ. RXZ അല്ലേ? RXZൻ്റെ ഒന്ന് തുറന്നു കാണിച്ചാൽ RXZൻ്റെ റിയർ ടെയിലാണിത്. ഈ എല്ലാ വണ്ടിക്കും ഉണ്ട് ഇത്, എല്ലാ യമയുടെ RX100. ഓക്കെ ഇനിയും ഉണ്ട് ഇത് RXZൻ്റെ ഫ്രണ്ട് ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ കവർ കേട്ടോ, അതും ഇവിടെ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയൊരു പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ട്. പിന്നെ നമുക്ക് താഴെ നമ്മുടെ വണ്ടിയുടെ ഒരു ഹാൻഡിൽ ഗ്രിപ്പ് പിടിപ്പിക്കാണ്ട് ഗോഗിൾസും കാര്യങ്ങളുണ്ട്, പിന്നെ ആക്സോറിൻ്റെ ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അപ്പുറത്തെ ഒരു ഷോപ്പ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് പോവാം. ആ സെക്കൻഡ് ഷോപ്പ് ഇവിടെയാണ്. നമ്മൾ THHൻ്റെ ഹെൽമെറ്റ് ഒക്കെ ഉണ്ടായിട്ടോ നമ്മുടെ കയ്യിൽ, നമ്മൾ പിന്നെയും പക്ഷേ ബെല്ലിലേക്ക് മാറി. പിന്നെ ഇവിടെ ആക്സോറിൻ്റെ ഫുൾ റേഞ്ച് ഓഫ് ഹെൽമെറ്റ്സ് ഇവിടെ എല്ലാം അവൈലബിൾ ആട്ടോ, എല്ലാ ഹെൽമെറ്റ്സും അവൈലബിൾ ആണ്. എൻ്റെ പേരെന്താ? ആൻ്റണി. അപ്പോൾ ആൻ്റണി ആട്ടോ ഇപ്പോൾ ഇവിടെ നോക്കണേ, സൗജൻ്റെ ഈ സൈഡിലെ ഈ ഷോപ്പ് മൊത്തം നോക്കണേ ആൻ്റണിയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും ആൻ്റണി പറ, എന്തെങ്കിലും പുതിയ കളക്ഷൻസ് വന്നേക്കണേ? SMKയുടെ ടൈഫൂൺ മോഡൽസ് വന്നിട്ടുണ്ട്. SMKയുടെ ടൈപ്പ് 1 ടൈഫൂൺ എന്ന് പറയുന്നത് ഇതാണോ ഇരിക്കണേ? ഓർമ്മ എടുത്ത് ടൈഫൂൺ എന്ന് പറഞ്ഞ SMKയുടെ മോഡൽ വന്നിട്ടുണ്ട്. ഇത് മറ്റേ ഡുവൽ വൈസറാ? ഡബിൾ ഡീറിങ് ഡുവൽ വൈസർ അല്ലേ? അതാണ് SMKയുടെ പുതിയ മോഡൽ ടൈഫൂൺ എന്ന് പറഞ്ഞ മോഡൽ ഹെൽമെറ്റ് വന്നിട്ടുണ്ട്. ഇത് എന്ത് റേറ്റ് ഉണ്ട്? ഇത് 5,150 ആണ് അതിൻ്റെ റേറ്റ്. ഓക്കെ ഇത് ISI മാർക്കുള്ളല്ലേ? അത് ISI അപ്രൂവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ SMKയുടെ ന്യൂ റേഞ്ച് ഓഫ് ഹെൽമെറ്റ്സ്. പിന്നെ ഇവിടെ ആൽപൈൻ സ്റ്റാറിൻ്റെയും റെവിറ്റിൻ്റെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ആൽപൈൻ സ്റ്റാറിൻ്റെ കുറച്ച് ഓൾഡ് കളക്ഷൻ ആണ്, റെവിറ്റിൻ്റെയാണ് കൂടുതലും ന്യൂ കളക്ഷൻസ് ആണ്. റെവിറ്റിൻ്റെ ജാക്കറ്റ് എത്ര സ്റ്റാർട്ടിങ്? 13,500 ആണ്. എക്ലിപ്സ് എന്ന് പറഞ്ഞല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് റെവിറ്റിൻ്റെയും കളക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ SPRS ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇവിടെ ഒരു ജാക്കറ്റ് എടുക്കുക എത്ര ഉണ്ട് റേറ്റ്? ഏത് കമ്പനിയുടെയാ? RR ഗിയറിന് 4,500 സ്റ്റാർട്ടിങ് അല്ലേ? 4,500 RR ഗിയറിൻ്റെ റൈഡിങ് ജാക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്. പിന്നെ SPRS ഇത് എനിക്ക് തോന്നുന്നത് ഇത് 10 രൂപയുടെ ജാക്കറ്റ് അല്ലേ? 10,000 റുപ്പീസിൻ്റെ ജാക്കറ്റാണ് ഈ കിടക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറൻ്റ് ഞാൻ യൂസ് ചെയ്യണത് ഇതും ആൽപൈൻ സ്റ്റാറുമാണ് ഞാൻ യൂസ് ചെയ്യണേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 1.5 വർഷമായി, 1 വർഷത്തിന് മുകളിലായി. ഇതുവരെയും കുഴപ്പങ്ങളൊന്നുമില്ല, അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ജാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കളക്ഷൻ. പിന്നെ ഗ്ലൗസ് ഏതിൻ്റെയൊക്കെ ഉള്ളത്? നമുക്ക് RR ഗിയറിന്റെ ഉണ്ട്, SPRSന്റെ ഉണ്ട്, പിന്നെ ആൽപിന്റെ ചില മോഡൽസ് ഉണ്ട്. ചെറിയ ഓക്കെ. സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെ ഗ്ലൗസ് ഒക്കെ? നമുക്ക് 1,700 സ്റ്റാർട്ടിംഗ് റേഞ്ച് ഉണ്ടല്ലേ? അപ്പോൾ സ്കാലയുടെ പുതിയതാണെന്ന് തോന്നുന്നല്ലേ? സ്കാല എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു പുതിയൊരു സെറ്റ് ഓഫ് ഗ്ലൗസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫുൾ ഗോങ്ക്ലെറ്റ് ഗ്ലൗസും വന്നിട്ടുണ്ട്. ഇത് ലെതറാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോൾ ഇതാണ് ഞാൻ എന്നെ ഒന്ന് കാണിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാട്ടോ എൻ്റെ അവസ്ഥ. ബൂട്ട് എനിക്കിപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇതിട്ട് നടക്കാൻ. അതൊന്നും ബ്രേക്കിന് ആയാലും പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര കംഫർട്ട് ആവും. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് 2 പ്രാവശ്യം ഞാൻ ഇങ്ങനത്തെ ബൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ടൈം ഒരു 2-3 റൈഡ് കഴിയുമ്പോൾ തന്നെ നമ്മൾ സെറ്റ് ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബൂട്ട് നമ്മുടെ കാലായിട്ട് ഭയങ്കര ഒരു സിങ്ക് ആയാൽ പിന്നെ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, നല്ല പ്രൊട്ടക്ഷനാ. പിന്നെ നമ്മുടെ ഇവിടെ സ്റ്റാർട്ടിങ് ഹെൽമെറ്റ് റേഞ്ച് എത്രയാണ്? റേഞ്ചോ? ഓക്കെ, എന്ത് റേറ്റാ? 3,500 സ്റ്റാർട്ടിങ്. പിന്നെ നമ്മുടെ ഓഫ് റോഡ് ഹെൽമെറ്റ്സ് എങ്ങനെയാ റേറ്റ് തന്നെ? 6,900 DHH. ഇതിന് ഓഫർ ഉണ്ട് ഇപ്പോൾ എത്ര? 4,500 ഈ. ഓക്കെ, 4,500 നമ്മുടെ THHന്റെ ഈ ഒരു ഓഫ് റോഡ് ഹെൽമെറ്റ് സെറ്റ് ഇവിടെ സെയിലുണ്ട് കേട്ടോ, ഓഫറിനുള്ളതാണ്. പിന്നെ ഇവിടെ എയറോടെയും കുറച്ച് ഓഫ് റോഡ് ഹെൽമെറ്റ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഓഫ് നമ്മുടെ ആക്സോറിൻ്റെ ഹെൽമെറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച്. പിന്നെ SMKയുടെ നമ്മൾ കണ്ട റേഞ്ചും. വേറെ ഏത് ബ്രാൻഡാണ് ഇവിടെ ഹെൽമെറ്റ്സ്? LS2 സ്റ്റാർട്ടിംഗ് എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് 9,250. ഓഫ് റോഡ് ഹെൽമെറ്റ് 10,700.
അപ്പോൾ അതാണ് നമ്മുടെ LS2 ഹെൽമെറ്റ്സ്. പിന്നെ ഇവിടെ നമ്മുടെ ടോപ്പ് ബോക്സിലുണ്ട് കേട്ടോ ഇഷ്ടംപോലെ. ജിവി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ വണ്ടിക്കും ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. ഇത് ഏതിൻ്റെ ഇത്? കൂക്കേസിൻ്റെ ടോപ്പ് ബോക്സ് ഉണ്ട്, ജിവിയുടെ ഉണ്ട്. ജിവിയുടെ എനിക്ക് തോന്നുന്നു എല്ലാം അത്യാവശ്യം വലിയ സൈസുള്ളതാണ്. ചെറിയ ബോക്സും ഉണ്ട് കേട്ടോ. ജിവിയുടെ ചെറിയ ബോക്സ് നിങ്ങൾക്ക് താഴെ കാണാം, ചെറിയ ബോക്സ് ഉണ്ട്. 32 ലിറ്റർ. ഇത് 38 ലിറ്റേഴ്സ്. ഓക്കെ, ഒരെണ്ണം എടുത്ത് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ജിവിയുടെ ടോപ്പ് ബോക്സ്. നമുക്കിനി എല്ലാ വണ്ടിയിലും നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. ഒരു ഹെൽമെറ്റ് കയറും തോന്നണല്ലേ, ഫുൾ ഫേസ് ഹെൽമെറ്റ് സിമ്പിളായിട്ട് കയറും അതിൻ്റെ അത്. ഇതാണ് അതിൻ്റെ ആ ഒരു ബാക്ക് നമ്മുടെ ടോപ്പ് റാക്കിൽ വെക്കണ പ്ലേറ്റ്. ഇത് എന്ത് റേറ്റ് ഉണ്ട് ഇതിന്? 7500. ജിവിയുടെ ബോക്സിന് 7500 കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല എല്ലാ വണ്ടിയിലും ഇത് ഫിക്സ് ചെയ്യാം, നല്ല ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഓവറോൾ. ഇനി നമുക്ക് താഴെ പോയിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽ ബാർ, വണ്ടി അവിടെ ഇരിക്കുന്നുണ്ടോ, അതിൽ നമുക്ക് ഹാൻഡിൽ ബാറിൽ ആ ഗ്രിപ്പും കൂടി ഇട്ടേക്കാം. നമ്മുടെ സാവുചേട്ടന് ഇവിടെ നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് പണി തുടങ്ങിയിട്ടോ വണ്ടിയുടെ. ഇതേ ഗ്രിപ്പ്, പുതിയ ഗ്രിപ്പ് ഇടാൻ വേണ്ടി ഹാൻഡിൽ ബാറിന് ഇന്ന് സാധനം ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രിപ്പ് നോക്കാം ഏതാ വെക്കണേന്ന്. പ്ലേ ലൈഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഗ്രിപ്പാണ്. അപ്പോൾ ഇത് കുറേ നാൾക്ക് ശേഷം ഊരിനുണ്ട്, തുരുമ്പൊക്കെ ആയിട്ട് ഇവിടെ മൊത്തം കേട്ടോ സാധനം. നമ്മുടെ പ്ലേ ലൈഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇത് എത്ര ഉണ്ട് സാഹചര്യം? 599 റുപ്പീസ്. ഇതാണ് നമ്മുടെ സാധനം. കുറേ ഡിസൈൻ ഉണ്ട്, കുറേ അത്യാവശ്യം നല്ല കുറേ ഡിസൈൻസ് ഉണ്ട്. നമ്മുടെ ആക്സിലേറ്റർ സൈഡ് കുറച്ച് വലുതും നമ്മുടെ നോർമൽ സൈഡിൽ ചെറിയ ഇതാണ്. അത് അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രിപ്പ് മാറ്റി, പഴയ ഗ്രിപ്പ് മാറ്റി ഇതിട്ടപ്പോഴത്തേക്കും കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ. ഈ ചെയിനും സ്റ്റിക്കറും കുറേ സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഹാഫ് ത്രോട്ട് എവിടെ നിന്നാണ് വാങ്ങിയേക്കണമെന്ന്. ഇത് സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്ന് തുറന്നു വെച്ചാൽ 1400 രൂപ ഈ സാധനത്തിന്. ഇതാണ് സാധനം. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് സ്റ്റോക്ക് ആക്സിലേറ്റർ കേബിൾ തന്നെ ഇതിൽ ഉപയോഗിക്കാം. ഞാൻ അലി എക്സ്പ്രസ്സിൽ നിന്ന് വാങ്ങിയാണ്. ഇപ്പോൾ അലി എക്സ്പ്രസ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിത് ഇവിടെ സാധനം ഇരിപ്പുണ്ട് 1400 രൂപയ്ക്കാണ്. ഫുൾ അലുമിനിയം സാധനം കേട്ടോ, അലുമിനിയമാണ്. വലിയ നമുക്ക് ആക്സിലേറ്റർ കേബിൾ മാറണ്ട, നല്ല യൂസ് ആയിട്ടുള്ള സാധനം കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ കുറേ സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് എടുക്കാം കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാ കളറും ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതേ ബൂട്ട് വാങ്ങിയിട്ടോ. ബൂട്ട് വൻ കോമഡിയാണ് ഇത് ആദ്യമായിട്ട് ഓടിക്കാൻ. ഇത് ഓടിച്ചവർക്ക് അറിയണ്ടാവും അതിൻ്റെ ഫീൽ എന്താണെന്ന് ആദ്യമായിട്ടിട്ട് ഓടിക്കുമ്പോൾ. നമുക്കപ്പോൾ പോയേക്കാം, വണ്ടി വളച്ച്. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയേക്കാം. ഇതിട്ട് സീനാണല്ലോടാ ഈ ബൂട്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു പർച്ചേസ് ആയിരുന്നു. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എൻ്റെ പൊന്നോ, ലൈറ്റ് എവിടെ? കണ്ണ് കാണുള്ളല്ലോ ഈശ്വര. ഓക്കെ, ചെറിയൊരു പർച്ചേസ് ആയിരുന്നു. നമ്മൾ ചെറിയൊരു അപ്ഗ്രേഡ്. കുറേ നാളായിട്ടാണ് ഒരു ഓഫ് റോഡ് ബൂട്ട് ഞാൻ എടുത്തത്. എന്തായാലും കൊള്ളാം സംഭവം, എന്തായാലും ഉഷാറായിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നമ്മൾ ഇത് ഇട്ടിട്ട് നമ്മൾ ബ്രേക്കിനായി സെറ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആദ്യം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. സോ കണ്ടില്ലേ, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂൽ എക്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തവരൊക്കെ വേഗം പോയി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം കേട്ടോ. അവിടെ നമ്മൾ 100K ഏകദേശം ആവാറായിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷമായ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്തവർ നേരെ പോയി ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്തേക്കാം. സുജേസ് അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫൈറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. ബെല്ലേക്ക് ഉണ്ട്, ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ഇവിടെ ബൈ ബൈ പറഞ്ഞ് കൈയും കാലും ഒക്കെ കൊടുക്കാനുള്ള സ്ഥലമില്ല. എന്നാലും ബൈ ബൈ പോയി, ബൈ ബൈ പോയി. ദൂരെ അങ്ങനെ എന്നെ പിടിച്ചു. ഇതുണ്ടോ, ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ കേട്ടോ. നേരെ പിടിച്ചാൽ മതി. അങ്ങനെയല്ല, ഇങ്ങനെ എന്നെ പിടിച്ചാൽ മതി. അങ്ങനെ പിടിച്ചാൽ മതി. ചെയ്തിട്ടാ പിന്നെ കാലില് ഗിയറൊക്കെ മാറണ കഷ്ടപ്പാടാണല്ലോ ദൈവമേ. ഓ